വെൽക്കം ഓൾ. നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ തേർഡ് മൊഡ്യൂളിലേക്ക് പോവാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് പൊല്യൂഷൻ റിലേറ്റഡ്, എയർ പൊല്യൂഷൻ, അതേപോലെ വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ ഫ്യൂവൽ സെല്ലിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സെല്ലിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കോള്, പെട്രോളിയം, അതേപോലെ നാച്ചുറൽ ഗ്യാസ്, ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എനർജി, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷനും പിന്നെ എനർജി ആൻഡ് എൻവിറോൺമെൻറ്റുമാണ് വരുന്നത്. അപ്പോൾ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മെയിനായിട്ട് വാട്ടർ പൊല്യൂഷനിൽ നൈട്രേറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ സിലബസിൽ അങ്ങനെ എടുത്ത് വാട്ടർ പൊല്യൂഷൻ പറഞ്ഞിട്ടില്ല എങ്കിലും അത് വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എയർ പൊല്യൂഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേറ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സെപ്റ്റംബർ 16 ഓസോൺ ലെയർ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഏതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതും എയർ പൊല്യൂഷനിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂവൽ സെല്ലിൽ തന്നെ നമുക്ക് ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വേറെ ഒന്നെന്ന് പറയുന്നത്. ദെൻ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരാൾ നമ്മളുടെ കോള്, പെട്രോളിയം, അതേപോലെ നാച്ചുറൽ ഗ്യാസ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ന്യൂക്ലിയർ വേസ്റ്റ്, ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടില്ല. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിൽ ഓരോ ആക്സിഡന്റ് ബേസിൽ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് വാട്ടർ പൊല്യൂഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളുടെ വാട്ടർ പൊല്യൂഷൻ നമുക്ക് പീപ്പിൾസിന് അല്ലെങ്കിൽ അനിമൽസിന്, ഫിഷിന്, ബേർഡ്സിന് ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് വാട്ടർ പൊല്യൂഷൻ. അതേപോലെ തന്നെ പൊല്യൂട്ടഡ് വാട്ടർ ഡ്രിങ്കിങ്ങിനോ അഗ്രികൾച്ചറിനോ പറ്റത്തില്ല. ഇപ്പോൾ സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് ആണ്. അപ്പം അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഡിസെൻട്രി, കോളറ, ടൈഫോയിഡ് പോലത്തെ ആൾക്കാർ. ദെൻ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് മെയിനായിട്ട് നമ്മളുടെ എഫ്ലുവൻറ്റിലേക്ക് വരുന്നത്. അപ്പം അതിൽ നമ്മുടെ കെമിക്കൽസിൻ്റെ പ്രസൻസ് അനുസരിച്ചിരിക്കും മെയിനായിട്ടുള്ള എഫക്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആണെന്ന് പറയാം. പിന്നെ അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻസ്. ഇപ്പോൾ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് വേണമെങ്കിൽ പറയാം, എനിക്ക് ലിക്വിഡ് ഫോം വേസ്റ്റ് ആണെന്ന് പറയാം. ഹ്യൂമൻസോ, ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രിയൽ, സ്ട്രീറ്റ് വേസ്റ്റ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഓർഗാനിക് വരാം, ഇൻഓർഗാനിക് വരാം, അതേപോലെ തന്നെ ഡിസോൾവ്ഡ് ഫോം വരാം, അല്ലെങ്കിൽ കൊളോയിഡൽ ഫോം വരാം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മൾ പറയാറുണ്ട് എയറോബിക് ട്രീറ്റ്മെൻറ്റ് നടത്താം, അതേപോലെ അനേറോബിക് ട്രീറ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ നമുക്ക് സീവേജ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഐറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ ഉണ്ടാവാം. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിഡേഷൻ നടത്താം. ഐറോബിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ് ബൈ എയറോബിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ഇൻഫിനിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ആംബിൾ ക്വാണ്ടിറ്റി ഓഫ് ഡിസോൾവ്ഡ് ഓർ ഫ്രീ ഓക്സിജൻ. ഇപ്പോൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, നമ്മളുടെ എയറോബിക് ഓക്സിഡേഷൻ്റെ ഓക്സിഡേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോൺ ഒഫെൻസീവ് സ്മെല്ലിംഗ് ആണ്. മെയിനായിട്ട് ഇപ്പോൾ ഹൈഡ്രോ കാർബൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കറിയാം ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ സമയത്തൊക്കെ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നോൺ ഒഫെൻസീവ് സ്മെല്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഓക്സിജൻ അവൈലബിലിറ്റി കുറയുമ്പോൾ നമ്മൾ പറയും അനേറോബിക് ഡീകമ്പോസിഷൻ ആണ്, അനേറോബിക് ബാക്ടീരിയ ആണ്. അപ്പോൾ ഒഫെൻസീവ് സ്മെല്ലിംഗ് ആയിരിക്കും. അപ്പോൾ
അനോറോബിക് ഓക്സിഡേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് സീവേജ് ബിക്കം സെപ്റ്റിക് സീവേജ്. അല്ലെങ്കിൽ എൻ്റെ അനോറോബിക് ബാക്ടീരിയ നമ്മുടെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് സൺലൈറ്റിലാണ് മെയിനായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐറോബിക് അനോറോബിക് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഒന്ന് പ്രസൻസ് ഓഫ് ഓക്സിജനും വേറൊന്ന് ആബ്സെൻസ് ഓഫ് ഓക്സിജനും. ഒന്ന് ഐറോബിക് ബാക്ടീരിയ ആണെങ്കിൽ അനേറോബിക് ബാക്ടീരിയ. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത് അല്ലെ. അപ്പോൾ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇനി അതല്ലാതെ നമുക്കിപ്പോൾ വാട്ടർ, ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ വാട്ടർ ഉണ്ടാവും, പിന്നെ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്ന് വെച്ചാൽ ഓക്സിജൻ പ്രൊഡക്ട്സ്. പിന്നെ നമ്മളുടെ അനേറോബിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അനേറോബിക്കിൽ നമ്മൾ 4 സ്റ്റേജ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ഫസ്റ്റ് ഹൈഡ്രോളിസിസ് പറയാറുണ്ട്, അതായത് ഹയർ മോളിക്യൂളിനെ ലോവർ മോളിക്യൂൾ ആക്കുന്ന കേസ്. അതേപോലെ തന്നെ അസിഡോജെനസിസ് പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് ആസിഡിന്റെ കേസ്. പിന്നെ അസെപ്റ്റോജെനസിസ് പറയാറുണ്ട്, അസറ്റിക് ആസിഡ് ഫോം ചെയ്യാൻ മെയിനായിട്ട്. പിന്നെ മെത്തനോജെനസിസ്, മീഥെയിൻ ഉണ്ടാക്കുന്ന കേസ്. അപ്പോൾ നമ്മളെ അസറ്റിക് ആസിഡ്, മീഥെയിൻ ഒക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ സ്മെല്ലിങ് നോക്കുകയാണെങ്കിൽ ഒഫെൻസീവ് ആൻഡ് നോൺ ഒഫെൻസീവ്. ഇനി നമ്മൾ പറഞ്ഞ മെയിൻ ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് എങ്കിൽ എൻ്റെ ഐറോബിക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കിയിട്ട് മാറ്റും. ഓക്കെ, മെയിനായിട്ട് ആരെയൊക്കെ മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. നേരെ മറിച്ച് അനേറോബിക് ആണെങ്കിൽ എൻ്റെ മെയിൻ പ്രൊഡക്റ്റ് മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഐറോബിക് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അനേറോബിക് ആണെങ്കിൽ മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ മീഥെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ബയോഗ്യാസ് ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോ ബയോഗ്യാസ് ഫ്യൂവൽ. ഇതാണ് ഐറോബിക് അനേറോബിക് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് മെയിനായിട്ട് വാട്ടർ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാറുള്ള 3 ടേമാണ്. ഒന്ന് ഡിവോ, ഡിസോൾവ്ഡ് ഓക്സിജൻ. വേറൊന്ന് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. വേറൊന്ന് COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നോൺ കോമ്പൗണ്ട് ഓക്സിജൻ. ഓക്കെ, അതായത് എൻ്റെ മൈക്രോ ഓർഗാനിസത്തിന് നമുക്കിപ്പോൾ ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടണ പോലെ വാട്ടർ ബോഡീസിന് ഫ്രീ ആയിട്ട് ഓക്സിജൻ അവൈലബിൾ ആക്കി കിട്ടണം. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള നോൺ കോമ്പൗണ്ട് ഓക്സിജൻ, അതായത് വാട്ടറിൽ ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്, അപ്പോൾ വാട്ടറിൽ ഓക്സിജൻ ഞാൻ കണക്കാക്കില്ല, അതല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഓക്സിജൻ, അതാണ് നമ്മളുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ അസസിങ് വാട്ടർ ക്വാളിറ്റി ബിക്കോസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓർഗാനിസം ലിവിങ് വിത്തിൻ എ ബോഡി ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിലുള്ള ലിവിങ് ഓർഗാനിസത്തിന് ഓക്സിജൻ വേണം. ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് അക്വാട്ടിക് ലൈഫ്, അതേപോലെ വാട്ടർ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യുന്നു പറയും. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫ്രീ ഓക്സിജൻ മോളിക്യൂൾ. വാട്ടറിലുള്ള ഓക്സിജനെ ഞാൻ കൗണ്ട് ചെയ്യില്ല, ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ. അപ്പം അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം മെയിനായിട്ട് ഡിസോൾവ്ഡ് ഓക്സിജനെ എഫക്റ്റ് ചെയ്യുന്ന ആളാണ് എൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, അതേപോലെ ആൾട്ടിറ്റ്യൂഡ്. 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 7 ppm ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എങ്കിൽ 20-ൽ 9.2 ആയിരിക്കും. എന്നുവെച്ചാൽ കോൾഡ് ആവുന്നതിനനുസരിച്ച് എൻ്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കൂടും. വേണമെങ്കിൽ ഹെൻറീസ് ലോ വെച്ചിട്ട് പറയാം, ഡിസൊല്യൂഷൻ പ്രൊപ്പോർഷണൽ ടു പ്രഷർ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഓക്സിജൻ എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എമൗണ്ട് കുറയും. സോ കോൾഡ് വാട്ടറിനാണ് കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവുക വാം വാട്ടറിനെക്കാളും. അപ്പോൾ വാട്ടർ ഹോൾഡ് ഹൈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ കോൾഡ് വാട്ടർ. അതേപോലെ തന്നെ ലെസ് ഡിസോൾവ്ഡ് ഓക്സിജൻ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ലോവറിംഗ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ലെസ് ഡിസോൾവ്ഡ് ഓക്സിജൻ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്. ഇപ്പോൾ തെർമൽ ഡിസ്ചാർജ് ഫ്രം തെർമൽ പവർ പ്ലാന്റ് റേസ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, സോ ഓക്സിജൻ കണ്ടന്റ് ലോവർ ചെയ്യും, കാരണം ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ പൊല്യൂഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രസൻസ് ഓഫ് ഓക്സിഡൈബിൾ പൊല്യൂട്ടൻസ് ഉണ്ടെങ്കിൽ
നമ്മളുടെ ഡിസോൾവ് ഓക്സിജൻ ലെവലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വാട്ടർ പൊല്യൂഷൻ്റെ എക്സ്റ്റെൻഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വേറെ രണ്ട് ടേമാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും. നമുക്ക് ഡിസോൾവ് ഓക്സിജൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുക. അതായത് ഡിസോൾവ് ഓക്സിജൻ വേണമെങ്കിൽ നമുക്ക് ടൈട്രേഷൻ വഴി അല്ലെങ്കിൽ ഡിസോൾവ് ഓക്സിജൻ മീറ്റർ വഴി കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതായത് ഡിസോൾവ് ഓക്സിജന്റെ ലെവലിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ വാല്യൂയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ഐറോബിക് മൈക്രോ ഓർഗാനിസം ഫോർ ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ഓക്സിഡൈസബിൾ മാറ്റർ. നോക്കിക്കേ, എൻ്റെ ഐറോബിക് മൈക്രോ ഓർഗാനിസം. കാരണം എന്താ? ഓക്സിജൻ ഡിമാൻഡാണ്, ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്കെ, ഫോർ ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ഓക്സിഡൈസബിൾ മാറ്റർ. ബയോളജിക്കൽ ഓക്സിഡൈസബിൾ മാറ്ററിനെ ബയോളജിക്കൽ ഓക്സിഡൈസബിൾ മാറ്ററിനെ എൻ്റെ ബാക്ടീരിയാസ് ഓക്സിഡേഷൻ നടത്തി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഓക്സിഡേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്, എറോബിക് മൈക്രോ ഓർഗാനിസം. മെയിനായിട്ട് നമ്മൾ BOD കാൽക്കുലേറ്റ് ചെയ്യുന്ന 5 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓക്സിജൻ യൂട്ടിലൈസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ഡ്യൂറിങ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. ഇങ്ങനെയും പറഞ്ഞാൽ ശരിയാണ്, ഓർഗാനിക് മാത്രം. ഓക്കെ, COD ആവുമ്പോൾ മൊത്തത്തിലാണ് പറയാം, ഇവിടെ ഓർഗാനിക് മാത്രം. ഓക്കെ, അപ്പോൾ ഓർഗാനിക് വേസ്റ്റ് ബ്രോക്ക് ഡൗൺ ആണ്. So it is a direct measure of oxygen requirement and indirect organic matter അല്ലെങ്കിൽ organic waste. അപ്പോൾ BOD സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത് 5 days മെഷർമെന്റ് ആണ്. അതായത് തുടക്കത്തിൽ ഡിസോൾവ് ഓക്സിജൻ നോക്കും, 5 day കഴിഞ്ഞിട്ട് ഡിസോൾവ് ഓക്സിജൻ നോക്കും, അത് കഴിഞ്ഞ് ഞാൻ മെഷർ ചെയ്യും. ഇപ്പോൾ 5 day BOD ഒബ്റ്റൈൻഡ് ഇൻ 2.25 day ആണെങ്കിൽ ടെമ്പറേച്ചർ ഞാൻ 35 degree റാദർ ദാൻ 20 degree. ഇപ്പോൾ സാധാരണ നമ്മുടെ 20 ഡിഗ്രിയിലാണെങ്കിൽ ഞാൻ 5 day ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി, അങ്ങനെയാണെങ്കിൽ 2.25 ദിവസം കൊണ്ട് ആ BOD എനിക്ക് കിട്ടും. പിന്നെ ഡ്രിങ്കിങ് വാട്ടറിന് സാധാരണ BOD പറയുന്നത് 1 mg/L ആണ്. ഫെയർലി പ്യൂർ ആണെങ്കിൽ 3 mg/L. ദെൻ 5 mg/L മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി മാറുന്നു എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ BODയിൽ തന്നെ നമുക്ക് 2 കർവ് നമ്മൾ പറയാറുണ്ട്. അതായത് ഒന്ന് കാർബണേഷ്യസ് സ്റ്റേജും വേറൊന്ന് നൈട്രോജിനിയസ് സ്റ്റേജും. ഇതാണ് എൻ്റെ കാർബണേഷ്യസ് സ്റ്റേജ്. അപ്പോൾ ഇത് സെക്കൻഡറി സ്റ്റേജ് ഇല്ല എങ്കിൽ ഇത് ഡയറക്റ്റ് ഇങ്ങനെ പോകും. ഇല്ല എങ്കിൽ സെക്കൻഡറി ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ചെറിയൊരു മുകളിലേക്കൊരു ചാട്ടം ഉണ്ടാവും. അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ കാർബണേഷ്യസ് മാറ്റർ ആണ് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത് ബൈ ഓക്സിഡേഷൻ. ഓക്കെ, ഇനി നൈട്രജനസ് മെറ്റീരിയൽസ് ഓൾസോ പ്രസന്റ്. നൈട്രിഫൈങ് ബാക്ടീരിയ എക്സേർട്ട് ആൻഡ് അഡീഷണൽ ഓക്സിജൻ ഡിമാൻഡ്. ഇതാണ് സെക്കൻഡ് ഹമ്പ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് BOD, നൈട്രിഫിക്കേഷൻ. സോ ഫസ്റ്റ് എൻ്റെ കാർബണേഷ്യസ് മാറ്റർ. കാർബണേഷ്യസ് സ്റ്റേജിന്റെ സമയത്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് നൈട്രജൻ മെറ്റീരിയൽ. അത് സ്ലോ ദാറ്റ് നൈട്രിഫൈസ് ഡു നോട്ട് പ്രിഡോമിനേറ്റ് അണ്ടിൽ ദി എൻഡ് ഓഫ് കാർബണേഷ്യസ് സ്റ്റേജ്. ഇപ്പോൾ തുടക്കത്തിൽ എൻ്റെ കാർബണേഷ്യസ് ആണ് കാര്യമായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെ അമോണിയ കൺവേർഷൻ അല്ലെങ്കിൽ നൈട്രിഫയേഴ്സ് അത് ഏറ്റെടുക്കും. സോ മെയിനായിട്ട് നമ്മൾ പറയാറുള്ളത്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ബാക്ടീരിയ ആണ് നൈട്രോസോമോണസ്. അമോണിയത്തിനെ നൈട്രേറ്റ് ആക്കും. ദെൻ ഇത് നൈട്രേറ്റ്. രണ്ട് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ITE ആണ്, ഇത് ATE ആണ്. ഇത് നൈട്രേറ്റ് ആണ്, ഇത് നൈട്രൈറ്റ് ആണ്. NO3 നൈട്രേറ്റ്, NO2 നൈട്രൈറ്റ്. അപ്പോൾ നമ്മളുടെ ഓക്സിഡേഷൻ പ്രോസസ്സ് എൻഡിലേക്ക് വരുന്നതിനനുസരിച്ച് സ്പീഡപ്പ് ആവും. പിന്നെ അമോണിയ നമുക്ക് പിന്നെ ഓക്സിഡേഷൻ നടത്തുക എന്നുള്ളതാണ്.
ഇനി ഇതിൽ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ BOD കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്കുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനീഷ്യൽ DO മൈനസ് ഫൈനൽ DO ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ. അതായത് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ തരും, ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ തരും, അതിനെ ഡൈല്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ 5 ml എടുത്തിട്ട് 200 ml മേക്കപ്പ് ചെയ്തതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഡൈല്യൂട്ടഡ് സാമ്പിൾ 200 ml, അൺഡൈല്യൂട്ടഡ് സാമ്പിൾ 5 ml. അതിനെയാണ് ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ആള് COD ആണ്. COD എന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയുന്നതാണ്. അതായത് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് എന്ന് വെച്ചാൽ ഓർഗാനിക് മാത്രമല്ല ഇനോർഗാനിക്കും പറ്റും. അതുകൊണ്ട് നമ്മൾ പറയും COD ആർ ഗ്രേറ്റർ ദാൻ BOD. CODന്റെ വാല്യൂ BODന്റെ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ COD എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് മെറ്റീരിയൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പൊട്ടാസ്യം ഡൈക്രേമേറ്റ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യുക. ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നേരെ മറിച്ച് BOD എന്ന് പറയുമ്പോൾ നമ്മൾ 5 days കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇനി പ്ലാന്റ് ന്യൂട്രിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ കയറി വരാറുണ്ട്. അപ്പോൾ ന്യൂട്രിയൻസ് അബണ്ടൻസ് ആവുന്നതിനനുസരിച്ചിട്ട് എന്നുവെച്ചാൽ ഒരുപാട് വരുമ്പോഴാണ് നമ്മൾ ഡിസീസസ് കേസിലേക്ക് പറയും. അപ്പോൾ അത് ദീസ് കോമ്പൗണ്ട് മേ എൻ്റർ വാട്ടർ ബോഡീസ് ഡയറക്ട്ലി ഫ്രം മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ നൈട്രേറ്റോ ഫോസ്ഫേറ്റോ ഇവരൊക്കെ നമ്മുടെ ഫെർട്ടിലൈസർ വാട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ വാട്ടർ ബോഡീസിലേക്ക് കയറി വരാം. ദെൻ ഫുഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ when usually large concentration of nutrients are present in water body and excess growth of algae അതിന് പറയുന്നതാണ് ആൽഗൽ ബോംസ്. അതായത് ഒരുപാട് നൈട്രേറ്റ് കിട്ടിയപ്പോൾ ആൽഗ നല്ലോണം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഗ്രീൻ സ്ലൈം ലെയർ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഒരു ലെയറായിട്ട് നിൽക്കും. സോ സൺലൈറ്റിനെ കടത്തി വിടൂല. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇഷ്ടം പോലെ വളരുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന പേരാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ലെയർ ഉണ്ടാകുന്നതനുസരിച്ച് ലൈറ്റ് പെനിട്രേഷൻ ആയിരിക്കും. അതേപോലെ റെസ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറിക് റീഓക്സിനേഷൻ, അതായത് ഡിസോൾവ് ഓക്സിജന്റെ ലെവൽ അവിടെ നിർത്തുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ റീഓക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഫൗൾ സ്മെല്ലിംഗ് അനേറോബിക് കണ്ടീഷനിലേക്ക് പോകും. കാരണം എൻ്റെ എയറിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കാൻ ഈ ആൽഗെ കാരണക്കാരണം. ഇനി നമ്മൾ നൈട്രേറ്റിൻ്റെ കേസ് പറയാം. നൈട്രേറ്റിൻ്റെ കേസാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. നൈട്രേറ്റ് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരുമ്പോൾ അത് ഹീമോഗ്ലോബിനായിട്ട് കൂടി ചേർന്നിട്ട് മെത്തമോഗ്ലോബിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഈ നൈട്രേറ്റ് ആവാം. അതേപോലെ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ബ്ലഡ് സ്ട്രീം ഇറ്റ് ബിക്കം അറ്റാച്ച്ഡ് ടു ഹീമോഗ്ലോബിൻ. അപ്പോൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് റെഡ്യൂസ് ചെയ്യും. അതിന് പറയുന്നതാണ് ബ്ലൂ ബേബി ഡിസീസ് അല്ലെങ്കിൽ മെത്തമോഗ്ലോബിൻ അനീമിയ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ കാഡ്മിയം ഉണ്ടെങ്കിൽ, മെയിനായിട്ട് കാഡ്മിയം വരുന്നത് നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ്, കെമിക്കൽ പ്ലാന്റ്, ടെക്സ്റ്റൈൽസ് നോക്കിയാണ്. അപ്പോൾ അതും നമുക്ക് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കേസ് പറയാറുണ്ട്, ഇറ്റായി ഡിസീസസ് ഡ്യൂ ടു ട്രാൻസ്പോർട്ട് ഓഫ് കാഡ്മിയം കണ്ടെയ്നിങ് പാർട്ടിക്കുലേറ്റ്സ്. അതുപോലെ ഷെൽ ഫിഷ് കൻ അക്യുമുലേറ്റ് കാഡ്മിയം ഫ്രം ബോട്ടം സെഡിമെന്റ് കോൺസെൻട്രേഷൻ 0.01 mg/L. അത് നമ്മളുടെ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ നമ്മൾ സാധാരണ പറയുന്ന പെർമിസിബിൾ ലെവൽ 0.01 mg/L ആണ്. നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ട്രീറ്റ്മെന്റ്, അതുപോലെ പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ
ട്രീറ്റ്മെന്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ BOD അതേപോലെ തന്നെ COD എന്ന് വെച്ചാൽ BOD കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ COD കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ട്രീറ്റ്മെന്റിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ച ആൾക്കാർ തന്നെ ഫസ്റ്റ് നമ്മൾ സ്ക്രീനിങ് ഉണ്ടാവും, പിന്നെ സെഡിമെന്റേഷൻ ഉണ്ടാവും, ഫ്ലോക്കുലേഷൻ ആണെങ്കിൽ ഫ്ലോക്കുലേഷൻ, സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എയറോബിക്, അതേപോലെ എനൈറോബിക്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, അതേപോലെ ട്രിക്ലിംഗ് ഫിൽട്ടർ. എനൈറോബിക്കിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റേജ്, അതായത് ഹൈഡ്രോളിസിസ്, അസിറ്റോജനസിസ് കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക സോഫ്റ്റനിങ് മെത്തേഡ് ആയിട്ടുള്ള അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്, കാറ്റയോൺ എക്സ്ചേഞ്ച്, ആനിയോൺ എക്സ്ചേഞ്ച്, അതായത് RH-ഉം ROH-ഉം വെച്ച് റീപ്ലേസ് ചെയ്യുന്ന കേസ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസിൻഫെക്ഷൻ ആയിട്ട് ക്ലോറിൻ ആഡ് ചെയ്യുന്ന കേസും പറയുന്നു. പിന്നെ നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള വേറൊരാൾ എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിന്റെ കേസാണ്. അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ ഞാൻ സാൾട്ട് സൊല്യൂഷന്റെ സൈഡിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ സൈഡിൽ കൊടുക്കുമ്പോൾ വാട്ടർ മാത്രം അല്ലെങ്കിൽ സോൾവെന്റ് മാത്രം സെമി പെർമിബിൾ മെംബ്രെയിനിൽ കൂടെ ഇപ്പുറത്തേക്ക് വരും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം, അപ്പോഴേ പ്രോസസ്സ് റിവേഴ്സ് അടിക്കുള്ളൂ. നോർമലി നടക്കുന്ന പ്രോസസ്സാണ് ഓസ്മോസിസ്. സോ റിവേഴ്സ് അടിക്കണമെങ്കിൽ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എയർ പൊല്യൂഷന്റെ കേസ്. എയർ പൊല്യൂഷന്റെ കേസിൽ നമ്മളുടെ ഗ്യാസസ് ആൻഡ് പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഗ്യാസസിൽ നമ്മൾ പറയുന്ന ഓക്സൈഡ് എന്ന് പറയുന്നത് ഒന്ന് സൾഫറിന്റെ ഓക്സൈഡ് SO2 SO3, പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രജന്റെ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള മോണോക്സൈഡും ഡയോക്സൈഡും, പിന്നെ ഓസോണും പറയാറുണ്ട് ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട്. സോ സൾഫർ ഡൈ ഓക്സൈഡ് മെയിനായിട്ട് പെട്രോളിയം ഇൻഡസ്ട്രി, ഓയിൽ റിഫൈനറി, സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റ്, സോ ഹേർട്ട് ഡിസീസ്, ആസ്മ, ബ്രോങ്കൈറ്റിസ്, ഇതാണ് മെയിനായിട്ട് നമ്മൾ പറയാറുള്ളത്. പിന്നെ അഗ്രികൾച്ചറൽ ക്രോപ്പിന് ഡാമേജ് ഉണ്ടാക്കാം. SO3 എന്ന് പറയുന്നത് SO2 നിന്നുണ്ടാവുന്നതാണ്. അതും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കാം, റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ്. ഇത് വാട്ടറായിട്ട് കൂടി ചേരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആവും, സോ ആസിഡ് റെയിൻ ഉണ്ടാവും. പിന്നെ H2S ഉണ്ടാവുന്നത് നമ്മളുടെ ഡീകമ്പോസിഷൻ ഓഫ് സീവേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. ഇത് മെറ്റൽസിനെ കൊറോഡ് ചെയ്യാം, ഒരു പോയിസണസ് ഗ്യാസാണ്. അതുപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ മെയിനായിട്ട് നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ നിന്നാണ് പറയാറുള്ളത്. പിന്നെ ആസിഡ് പ്ലാന്റിൽ നിന്ന് വരാം, ഇതും റെസ്പിറേറ്ററി സിസ്റ്റം ആയി. പിന്നെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് നമ്മുടെ ഹൈഡ്രോ കാർബണും നൈട്രജൻ ഓക്സൈഡും തമ്മിലുള്ള റിലേഷൻ വെച്ച് പറയാറുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സാധാരണ കമ്പഷൻ റിയാക്ഷൻസ്, കോള് കത്തിക്കുക, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നമ്മൾ റെസ്പിറേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം, അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂട്ടുന്നുണ്ട്. അത് നോൺ പോയിസണസ് ഗ്യാസ് ആണ്, പക്ഷെ കൂടുതൽ എന്താ പറയുക ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കാൻ കാരണം കൂടുതൽ ഉപയോഗിച്ചാൽ ഇറ്റ് കോസസ് സഫോക്കേഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ്. അതായത് പാർഷ്യലായിട്ട് കമ്പഷൻ നടക്കുമ്പോഴാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് പറയുക. ടോക്സിക് ഗ്യാസ് ആണ്, ഹെഡ് ഏക്ക് ഉണ്ടാവാം, ഐ പ്രോബ്ലം ഉണ്ടാവാം, അതേപോലെ തന്നെ ഈവൻ ഡെത്തിന് വരെ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്. അപ്പോൾ ആരുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഹെഡ് ഏക്കിന് അല്ലെങ്കിൽ നെർവസ് ഡിസോർഡറിന് കാരണമാക്കുക. അപ്പം നോർമലി ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ്റെക്ക് കാർബൺ മോണോക്സൈഡ് ആണ് അട്രാക്ട് ചെയ്യുക, അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ അവൈലബിലിറ്റി ഓഫ് ബ്ലഡ് സെല്ല് റിഡ്യൂസ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അനോക്സിയയിലേക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇതൊരു ഓസോണ് നമ്മൾ പറയാറുണ്ട് സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാവുന്നതാണ്, ഓക്സിജൻ കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ്. അപ്പോൾ തിരിച്ച് ഓസോണ് വാട്ടറിൻ്റെ വേപ്പറിൻ്റെ പ്രസൻസിൽ ഓക്സിജൻ ആയിട്ട് മാറും. സോ ഈ റിയാക്ഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൊടുക്കാറുള്ളത്. സോ അത് ഓസോൺ എന്ന് പറയുന്നത്
കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അതായത് ഓസോൺ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടാണ് സ്ട്രാറ്റോസ്ഫിയറിൽ നിൽക്കാറുള്ളത്. ദെൻ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹൈഡ്രോ കാർബൺസ് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്താം. അപ്പൊ അതും ഒരു എന്താ പറയാ എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇനി ഡസ്റ്റും ഒരു പൊല്യൂഷന് കാരണക്കാരനായിട്ടുള്ള ആളാണ്. അലർജിക് ഡിസീസസ് ഉണ്ടാവാം. സ്മോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒന്നുകിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂൽസ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുണ്ടാവാം. അപ്പോൾ ട്രാഫിക്, അതേപോലെ തന്നെ പവർ പ്ലാന്റ് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസിനറേഷൻ നടത്തുകയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ സ്മോക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഫ്യൂവൽ വാല്യൂ എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ക്യാൻസറിനും കാരണമാണ്. ഇനി സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും ഒരു മിക്സ്ചറാണ് സ്മോഗ്. നമ്മൾ 2 ടൈപ്പ് സ്മോഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, റിഡ്യൂസ്ഡ് ഫോം, ഓക്സിഡൈസ്ഡ് ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ വേറൊരു പേരും കൂടിയാണ് ലോസ് ഏഞ്ചലസ് സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിന് പറയുന്ന പേരാണ് ലോസ് ആഞ്ചലസ് സ്മോഗ്. സ്മോഗ് ആസ്ട്രെയിൻ ഉണ്ടാക്കാൻ കാരണമാണ്. അതേപോലെ ലങ്സിന്, ഐസിന് ഒക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാം. പിന്നെയുള്ളത് നമ്മുടെ എയർ പൊല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഹൗസ് ഗ്യാസ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ് ആണ്. ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്യാസസ് അബ്സോർബ് എനർജി ഫ്രം സൺ, ട്രാപ്പ് ഹീറ്റ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഒന്നുകിൽ ഡയറക്റ്റ് അയാൾ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ എർത്തിലേക്ക് വന്ന ഹീറ്റിനെ അയാൾ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നു. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇപ്പോൾ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സഹായിക്കുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ മാറുന്നു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. അതിന് മെയിനായിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഫോസിൽ ഫ്യൂൽസിന്റെ കമ്പഷനാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയാറുള്ളത്. ഗ്രീൻ ഹൗസ് ഗ്യാസിൽ മെയിനായിട്ട് വരുന്ന ആള് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് നമ്മൾ പറയാറുള്ളത്. അതല്ലാതെ വാട്ടർ വേപ്പർ ഉണ്ട്, മീതെയിൻ ഉണ്ട്, നോൺ മീതെയിൻ ഹൈഡ്രോ കാർബൺ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്, CFC, ഓസോൺ, ഇതൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പറയാറുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് സാധാരണ പ്ലാന്റ് ആൻഡ് അനിമൽ റെസ്പിറേഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ വഴി ഉണ്ടാവും. പക്ഷെ അത് ഒരു ലെവലിലാണ് നമ്മൾ സാധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത്. അപ്പോഴാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് പോയത്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്ന ഒരു കേസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് ഇൻഫ്രാറെഡ് ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് ഇൻഫ്രാറെഡ്, അതായത് C+O. ഇതിൽ ഇപ്പോൾ ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിലും നമ്മളുടെ വൈബ്രേഷൻ വരുന്നതിനനുസരിച്ച് സിമെട്രിക്കലാണെങ്കിൽ ക്യാൻസൽ ആവുമെങ്കിലും അസിമെട്രിക് വരുന്ന സമയത്ത് അവിടെ IR ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ് ഉണ്ട്. നേരെ വെച്ച് നൈട്രജൻ ഓക്സിജൻ ആണെങ്കിലും ഉണ്ടാവില്ല, കാരണം അവിടെ ഡൈപോൾ മൊമെന്റ് 0 ആണ്, ഒരേ ആളാണ്. അപ്പോൾ ഡ്യൂ ടു ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് എൻട്രാപ്പ് ഇൻഫ്രാറെഡ് റേസ് ഫ്രം സൺ. കെമിസ്ട്രി വൈസ് പറയുകയാണെങ്കിൽ ഇങ്ങനെയും പറയാം, IR ആക്റ്റീവ് വൈബ്രേഷൻ മോഡുള്ള ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇതും ഒരു കാരണക്കാരനാണ്. പിന്നെ ക്ലൈമറ്റ് ഓഫ് ട്രോപ്പിക്കൽ റീജിയൻ ഇസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ വേപ്പർ. ട്രോപ്പിക്കൽ റീജിയന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ എനിക്ക് വാട്ടർ വേപ്പർ എന്ന് വെച്ചിട്ട് പറയാം, വിച്ച് ഈസ് ഓൾസോ ആൻ ഇൻഫ്രാറെഡ് ആക്റ്റീവ് മോളിക്യൂൾ. H2O IR ആക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിന്റെ റീസൺസ് പറയാം. എന്ന് വെച്ചാൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറയുന്ന IR വൈബ്രേഷൻസിന്റെ കേസിൽ നമ്മൾ ഫോർമുല വെച്ച് നമ്മൾ പറയാറുണ്ട്, 4 വൈബ്രേഷന് 3 വൈബ്രേഷന്റെ കേസൊക്കെ. നെക്സ്റ്റ് നമ്മളുടെ സാധാരണ ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ 270 ppm ആണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ 420 ppm ആണ് പറയുന്നത്. വെച്ചാൽ ഓരോ വർഷവും നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0.08 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നുണ്ട്. അതാണ് ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. സോ ഗ്ലോബൽ വാർമിംഗ് ഒരു സീരിയസ് എഫക്റ്റ് ആണ്. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് വിച്ച് ലീഡ് ടു റൈസ് ഓഫ് സീ ലെവൽ. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ പെർഫോമൻസ് പ്യൂർ ആവുന്നതിൻ്റെ ഒരു ഗ്ലോബൽ വാർമിങ്ങിന്റെ എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ കാർബൺ ട്രേഡിങ് നടക്കുക, അതല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ പ്ലാന്റിനെ കൂടുതൽ വളർത്തിയിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ കുറയ്ക്കാൻ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ നോക്കുക. അതാണ് നമ്മൾ സാധാരണ
നമുക്ക് ചെയ്യാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതല്ല എങ്കിൽ നമ്മൾ റിന്യൂവബിൾ എനർജി, നമ്മുടെ ഹൈഡ്രജൻ, നമ്മളെ ഫ്യൂൽസിൽ നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രജൻ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ജിയോ തെർമലോ അല്ലെങ്കിൽ സോളാറോ അതുമല്ലെങ്കിൽ വാട്ടറോ ഹൈഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കും. ഇനി ഓസോണിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ആണ് നമ്മൾ മെയിനായിട്ട് ഹാർംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. കുറച്ച് എമൗണ്ട് UV നമുക്ക് വിറ്റാമിൻ ഡി പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു. പക്ഷെ ഓവറായിട്ട് നമ്മൾ അൾട്രാവയലറ്റ് വന്നു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാവാം. അതാണ് മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത്, സ്കിൻ ക്യാൻസർ. അപ്പോൾ ഓസോൺ ലെയർ തിന്നിങ്ങിനെയാണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് മേജറായിട്ട് നമ്മൾ പറയുന്ന ഒരാൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. അത് നമ്മളുടെ ഫ്രിയോണിൽ അല്ലെങ്കിൽ റെഫ്രിജറൻറ്റിലാണുള്ളത്. പിന്നെ വേറൊരു കേസ് പറയുന്നത് നമ്മുടെ എന്നോന്റെ കേസാണ്, എമിഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഫ്രം സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. അപ്പോൾ ഇത് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് നൈട്രിക് ഓക്സൈഡ് വരുമ്പോൾ അത് ഓസോൺ ഡിപ്ലീഷൻ കാരണമാവും. അപ്പോൾ അവിടെ എൻ്റെ നൈട്രജൻ ഡയോക്സൈഡ് ഓസോണായിട്ട് കൂടി ചേർന്നിട്ട് ഓക്സിജൻ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റർനാഷണൽ ഡേ ഫോർ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ ഈസ് സെലിബ്രേറ്റഡ് ഓൺ September 16, the day on which വേണമെങ്കിൽ ഒരു കാര്യം കൂടെ അതിനായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതാണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ came into effect September 16. അപ്പം മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ. Okay, by gradually reducing production and consumption of ozone depleting substance such as chlorofluorocarbon. So Montreal Protocol ozone ആയിട്ട് കണക്ട് ചെയ്തിട്ട് it is an international agreement made in 1987. So ഇയർ ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രാവശ്യം ചോദിച്ചാണ് മന്ത്. സോ വേണമെങ്കിൽ നമുക്ക് പ്രോട്ടോകോൾ ചോദിക്കാം. So it was considered to be most successful model for international cooperation in addressing global environmental challenges. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററിയാണ്. ബാറ്ററിയിൽ നമ്മളുടെ മെയിനായിട്ട് കാഡ്മിയം ബാറ്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജനറലി പറയുകയാണെങ്കിൽ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുന്നത് സെക്കൻഡറി ബാറ്ററിയാണ്. ലിഥിയം അയോൺ ബാറ്ററി ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. നമ്മളുടെ പോർട്ടബിൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. സോ ഒരു കാഥോഡ് ഉണ്ടാവണം. കാഥോഡ് എന്ന് പറഞ്ഞാൽ ലിഥിയവും മെറ്റലും ചേർന്ന ഒരു ഓക്സൈഡ്, ആനോഡ് ഗ്രാഫൈറ്റ് ആവാം, പിന്നെ ഇലക്ട്രോലൈറ്റും സെപ്പറേറ്ററും വേണം. അപ്പോൾ നോർമലി നമ്മൾ റിയാക്ഷൻസ് പറയുകയാണെങ്കിൽ ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു ബാറ്ററീൻ്റെ റിയാക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ ഓക്സിഡേഷൻ നടക്കും, അത് ആനോഡാണ്, നെഗറ്റീവ് ഇലക്ട്രോഡാണെന്നാണ് പറയാം. ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അപ്പോൾ ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. സോ ലിഥിയം ഓക്സിഡൈസ് ചെയ്യുമ്പോൾ Li പ്ലസ് ആവും. തിരിച്ച് കാഥോഡിൽ നേരെ ഓപ്പോസിറ്റ്, ഓക്സിഡേഷൻ ആനോഡിലാണെങ്കിൽ കാഥോഡിൽ റിഡക്ഷൻ, അത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്. അവിടെ ലിഥിയം അയോണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് ലിഥിയം ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോണ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ വരും. Li പ്ലസ് അയോണ് മൂവ് ത്രൂ ഇലക്ട്രോലൈറ്റ്, അതായത് Li പ്ലസ് ആയിട്ട് മാറും ആനോഡിൽ. ആ Li പ്ലസ് നേരെ കാഥോഡിലേക്ക് പോകും. അപ്പോൾ Li പ്ലസ് ആകുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. ആ ഇലക്ട്രോണിനെ Li പ്ലസ് ഇവിടെ വന്ന് പിടിക്കും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഓപ്പറേഷൻ നടക്കും. സോ മെയിനായിട്ട് ഓക്സിഡേഷൻ അറ്റ് ദി ആനോഡ്, റിഡക്ഷൻ അറ്റ് ദി കാഥോഡ്, ലിഥിയം അയോൺ മൈഗ്രേറ്റ് ത്രൂ ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോൺ ഫ്ലോ ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ചാർജിങ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം റിവേഴ്സ് അടിക്കുക, എന്ന് വെച്ചാൽ ലിഥിയം അയോൺ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകും, ഇലക്ട്രോൺ ഫ്ലോ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകും. മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ സെല്ലാണ്. അപ്പോൾ ഫ്യൂൽ സെല്ലിൽ മെയിനായിട്ട് നമുക്കൊരു ഫ്യൂവൽ വേണം. ഫ്യൂവൽ പ്ലസ് ഓക്സിഡൻറ്റ്, ഇവ രണ്ടാളും തമ്മിൽ കൂടി ചേരുമ്പോഴാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന ഫ്യൂൽ സെല്ലിൽ പ്രൊഡക്റ്റ് നമുക്ക് വാട്ടർ കിട്ടാം, അതല്ലാതെ പ്രൊഡക്റ്റും കിട്ടാം. പക്ഷെ മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലാണെങ്കിൽ വാട്ടറാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഫ്യൂൽ സെല്ലിലും നമുക്ക് ഇലക്ട്രോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലാണ് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്യൂൽ സെല്ലായിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ,
ഇപ്പോൾ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ സാധാരണ നമ്മൾ എനർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വാട്ടറിനെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ക്രാക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം. പിന്നെ അതെങ്കിൽ ബയോഗ്യാസിഫിക്കേഷൻ. മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറൊരാളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന സോഴ്സ്. പിന്നെ ഹൈഡ്രജൻ ആറ്റം ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൽ നമ്മളെ ഫ്യൂൽ സെൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്യൂല് വേണം, അയാളാണ് ഹൈഡ്രജൻ. പിന്നെ അയാൾ ഓക്സിഡേഷൻ നടത്താൻ ഒരാൾ വേണം, അയാളാണ് ഓക്സിജൻ. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. അത് നമ്മൾ കറണ്ട്, നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ആയിട്ട് കിട്ടും. മെയിനായിട്ട് നമ്മൾ ആനോഡ് ഗ്രാഫൈറ്റ് വിത്ത് ഇലക്ട്രോ കാറ്റലിസ്റ്റ്, അതുപോലെ കാഥോഡ് ഗ്രാഫൈറ്റ് വിത്ത് ഇലക്ട്രോ കാറ്റലിസ്റ്റ്. പിന്നെ ഫ്യൂൽ എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രജൻ ആണ്, ഓക്സിഡന്റ് ഓക്സിജൻ ആണ്. സോ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള ആളാണ് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ KOH അല്ലെങ്കിൽ NaOH. പിന്നെ സെപ്പറേറ്റർ ഉണ്ട്, ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് നടക്കാതിരിക്കാൻ. സോ സൾഫോണിക് ആസിഡ് പോളിമർ മെംബ്രെയിൻ, പ്രോട്ടോൺ കണ്ടക്റ്റിംഗ് മെംബ്രെയിൻ. അപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കണ്ടിന്യൂസ്ലി നമ്മൾ സെല്ലിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് നമ്മൾ എക്സ്റ്റേണലി കണക്റ്റഡ് ബൈ യൂസിങ് എ കണ്ടക്ടർ. സോ ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് H2+O2 gives H2 ആണ്. വെച്ചാൽ മെയിനായിട്ട് കമ്പഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫ്യൂൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് എത്രത്തോളം എൻ്റെ ഫ്യൂവൽ ഉണ്ടോ അത്രത്തോളം എനിക്ക് ഫ്യൂൽസിൽ ഉപയോഗിക്കാം. സോ ഹൈഡ്രജൻ ഓക്സിജന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് അത്രയും നാളും വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് വാട്ടർ സ്റ്റീം മോഡലിലായിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നതാണ് എൻ്റെ റിയാക്ഷൻ. ഇനി കാഥോഡിലെ ആനോഡിലെ റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ഗീവ്സ് 4 ഹൈഡ്രജൻ ആറ്റം. അത് എൻ്റെ ഇലക്ട്രോലൈറ്റിലെ OH- ആയിട്ട് കൂടിച്ചേരുമ്പോൾ 4H2O+ 4 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. അവിടെയുള്ള പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ -0.8279 വോൾട്ട്. ഇനി കാഥോഡിലേക്ക് വരുമ്പോൾ ഓക്സിജൻ വാട്ടർ +4 ഇലക്ട്രോൺ ആയിട്ട് കൂടിച്ചേർന്ന് 4 OH- ഉണ്ടാകുന്നു. അതായത് ആനോഡിൽ ഉപയോഗിച്ച OH- കാഥോഡ് റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ OH- ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ 0.4009 ആണ്. ഇതിൽ ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ എന്താ നെഗറ്റീവ് എന്നുള്ളത്. അത് ഓക്സിഡേഷൻ ആയതുകൊണ്ടാണ്, ഇത് റിഡക്ഷൻ ആയതുകൊണ്ടാണ് പോസിറ്റീവ് എഴുതിയിരിക്കുന്നത്. പിന്നെ ടോട്ടൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയാണ് 1.2288 വരുന്നത്. അതായത് 0.4009 ആണ് നമ്മളുടെ കാഥോഡ്, മൈനസ് ആനോഡ് -0.8279 -0.8279. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് 1.2288 വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യാം ഈ 0 സെല്ല് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെല്ലിൻ്റെ EMF എന്ന് വെച്ചാൽ കാഥോഡ് മൈനസ് ആനോഡാണ് ചെയ്യുക. 0.4009 മൈനസ് അങ്ങനെയാണ് പ്ലസ് വരിക, 1.2288 വോൾട്ട് വരിക. രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് റിയാക്ഷൻ വാട്ടർ ഫോം ചെയ്യും. ഇനി ഇതല്ലാതെ അനദർ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വിച്ച് വർക്ക് അറ്റ് റിലേറ്റീവ്ലി ലോ ടെമ്പറേച്ചർ. അവിടെ നമ്മൾ യൂസ് ചെയ്യാം പെർഫ്ലൂറിനേറ്റഡ് സൾഫോണിക് ആസിഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ആസ് ദി ഇലക്ട്രോലൈറ്റ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, നഫിയോൺ. ഓക്കെ, അതായത് നമ്മുടെ ലോ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട് ബൈ യൂസിങ് പെർഫ്ലൂറിനേറ്റഡ് സൾഫോണിക് ആസിഡ് മെംബ്രെയിൻ. പെർഫ്ലൂറിനേറ്റഡ് സൾഫോണിക് ആസിഡ് മെംബ്രെയിൻ, പേരൊന്ന് പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഏത് മെംബ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഡ്യൂപോയിന്റ് എന്ന് പറഞ്ഞ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നഫിയോൺ. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർഫ്ലൂറിനേറ്റഡ് സൾഫോണിക് ആസിഡ് മെംബ്രെയിൻ ആണ്. ഇവിടെ നമ്മൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റിയാക്ഷൻ ആണ്. H2+O2 gives 2H2O. Since it operates at relatively low temperature, less warm-up time is needed. ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാം-അപ്പ് ടൈം അല്ലെങ്കിൽ സ്റ്റാർട്ട് ക്വിക്ക്ലി ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ വെഹിക്കിൾ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം. കാറ്, ബസ്, അതുപോലെ ഹെവി ഡ്യൂട്ടി ട്രക്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ ഈ ഫ്യൂവൽ സെല്ല് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു ആളാണ്. പിന്നെ നമ്മളുടെ സിലബസിൽ അടങ്ങിയിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂക്ലിയർ വേസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാറുള്ള കുറച്ച് ഡിസാസ്റ്റർ അല്ല എന്താ പറയാ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് നമുക്ക് ന്യൂക്ലിയറിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല, അതേപോലെ ഇൻഡസ്ട്രീസിന്റെ ട്രീറ്റ്മെന്റിൽ നിന്നും നമുക്കൊന്നും ചോദിച്ചില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുണ്ടെങ്കിലും ജനറലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ ആക്സിഡൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒന്ന്. രണ്ട്, നമ്മളുടെ കുറച്ച് ആൾക്കാരാണ് നമ്മളുടെ നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പിന്നെ LPG ഉണ്ട്, അതേപോലെ പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല, പിന്നെ പെട്രോളിയത്തിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ഗ്യാസിൽ തന്നെ വരുന്ന ഒരാളാണ് നമ്മളുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG. അതിൻ്റെ കേസും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫിഷൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് ഫിഷൻ ആണെങ്കിൽ നമ്മളുടെ ബൊംബാർഡഡ് വിത്ത് ലോ എനർജി ന്യൂട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഫിഷൻ നടക്കുമ്പോൾ നമ്മളുടെ മെയിനായിട്ട് യുറേനിയം 235 അല്ലെങ്കിൽ അതേപോലത്തെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിലാണ് ഫിഷൻ നടക്കുക. നേരെ മറിച്ച് ഫ്യൂഷൻ എന്ന് പറയുന്ന ആള് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മെയിനായിട്ട് അതായത് ഫ്യൂഷൻ നടക്കുന്നത് നമ്മളുടെ സണ്ണിന്റെ കേസാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാറ്. അതായത് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന കേസ്. അപ്പോൾ എനർജി ബൾക്ക് എമൗണ്ടിൽ ഉണ്ടാവും, അതിൻ്റെ കൂടെ നമുക്ക് ഹീലിയം ഉണ്ടാവും, ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷന്റെ കേസ്, ഡ്യൂട്ടീരിയം ട്രിഷ്യം കമ്പൈൻ ചെയ്യുന്ന കേസ്. പിന്നെ എനർജിയിൽ നമ്മളെ സോളാർ എനർജി ഉണ്ട്. സോ സോളാർ എനർജിയിൽ ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റിന്യൂവബിൾ എനർജി ആണെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ സോളാർ എനർജി കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള ആളാണ് നമ്മുടെ ഹൈഡ്രജന്റെ കേസ്. അതാണ് നമ്മുടെ സിലബസിലുള്ളത്. ഹൈഡ്രജന്റെ ഒരുപാട് എന്താ പറയുക സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്, പിന്നെ അതേപോലെ സ്റ്റീമിന്റെ എന്താ പറയുക സ്റ്റീം ഉപയോഗിച്ചിട്ട് സ്റ്റീം മീഥെയ്ൻ റിഫോമിങ്, അതേപോലെ ബയോമാസ് ഗ്യാസിഫിക്കേഷൻ, പിന്നെ ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള ഫ്യൂൽ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആള് നമ്മളുടെ ജിയോതെർമൽ എനർജിയാണ്. അപ്പോൾ ജിയോതെർമൽ എനർജീൻ്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ജിയോതെർമൽ റിസർവോയർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ജിയോതെർമൽ റിസർവോയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫ്ലൂയിഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ വെല്ല് കുഴിക്കുക, ഡ്രില്ല് വെൽസ്, എന്നിട്ട് ഒന്നെങ്കിൽ ഹോട്ട് വാട്ടറിനെയോ അല്ലെങ്കിൽ സ്റ്റീമിനെയോ ആരെയാ കിട്ടുന്ന വെച്ചാൽ ഒന്നെങ്കിൽ വാപ്പർ ഡോമിനേറ്റഡ് റിസർവോയർ അല്ലെങ്കിൽ ലിക്വിഡ് ഡോമിനേറ്റഡ് റിസർവോയർ. ഇത് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഹീറ്റ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ടൈഡൽ എനർജി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ള ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അപ്പോൾ അതിൽ ബേസിക്കലി ടൈഡൽ ബൾജസ് ഉണ്ടാവാൻ നമ്മൾ എന്താണ് പറയാറുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് കോസസ് ടൈഡൽ ബൾജസ് ഇൻ ഓഷ്യൻസ്? വിൻ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതേപോലെ തന്നെ ഓഷ്യൻ കറന്റ്, എർത്ത് റൊട്ടേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ പറയാറുള്ളത്. അതായത് നമ്മുടെ ടൈഡൽ എനർജീൻ്റെ അല്ലെങ്കിൽ ടൈഡൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ഓഫ് നമ്മൾ മെയിനായിട്ട് എർത്ത്, സണ്ണ്, മൂണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. രണ്ട്, നമ്മൾ ടൈഡൽ വാട്ടറിന്റെ കേസ് തന്നെ. ഹൗ ഡു ബാരേജസ് ഓർ ഡാംസ് യൂട്ടിലൈസസ് ടൈഡൽ വാട്ടർ?
അതായത് ടൈഡലിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക്സ് എന്താന്ന് വെച്ചാൽ ടൈഡ് റൈസ് ചെയ്യും, ഫോൾ ചെയ്യും എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡാം അല്ലെങ്കിൽ ബാരേജ് ഉണ്ടാക്കിയിട്ട് ടൈഡൽ വാട്ടറിനെ ട്രാപ്പ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ബാരേജ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ടർബൈനെ ആണെങ്കിൽ ടർബൈനെ കറക്കുക, സെയിം നമ്മുടെ പഴയ മെത്തേഡ് തന്നെ. മെയിനായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ടൈഡൽ വാട്ടറിനെ ട്രാപ്പ് ചെയ്യാനുള്ള റിസർവോയർ വേണം. ഓപ്ഷൻ ബി. Then, what is the purpose of drilling wells in geothermal energy production? യെസ്, ഡ്രിൽസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഹോട്ട് വാട്ടറിനെ അല്ലെങ്കിൽ സ്റ്റീമിൻ്റെ ആക്സസ് അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോട്ട് വാട്ടറോ സ്റ്റീമോ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെൽസ് ഡ്രിൽ ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മളുടെ സോഴ്സ്. ഇതാണ് നമ്മുടെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ? അതായത് ഇലക്ട്രോളിസിസ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആണ്. സ്റ്റീം മീഥെയിൻ ഫോമിങ് വഴി നമുക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാക്കാം. അതായത് മീഥെയിൻ വാട്ടറുമായിട്ട് റിയാക്ഷനാണ്. സ്റ്റീം എന്ന് പറഞ്ഞാൽ H2O ഇൻ ഗ്യാഷ്യസ് ഫോം. അപ്പോഴും നമുക്ക് ഹൈഡ്രജൻ ഉണ്ടാവും. ബയോമാസ് ഗ്യാസിഫിക്കേഷനിലും ഹൈഡ്രജൻ റിലേറ്റഡ് പ്രൊഡക്റ്റ്. ഫോസിൽ ഫ്യൂൽ കത്തിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, നോട്ട് എ മെത്തേഡ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആണ്. റെയിൻ വാട്ടർ ഇസ് കോൾഡ് ആസിഡ് റെയിൻ വെൻ ഇറ്റ്സ് pH. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ pH റേഞ്ച് 0 മുതൽ 14 വരെയാണ് നമ്മൾ പറയാം. അതിൽ 14ന്റെ മുകളിൽ പോയാൽ നമ്മൾ പറയും, അല്ല 7ന്റെ മുകളിൽ പോയാൽ നമ്മൾ പറയും ബേസ്, 7ന്റെ താഴെ അസിഡിക്, ദെൻ 7 ആണെങ്കിൽ ന്യൂട്രൽ എന്നും പറയാറുണ്ട്. സോ റെയിൻ വാട്ടർ അസിഡിക് എന്ന് വെച്ചാൽ 7ന്റെ താഴെ ആയിരിക്കണം, അല്ലേ? ഫോൾസ് ബിലോ 5.6 അല്ലെങ്കിൽ റേഞ്ച് നമ്മൾ 5.6 ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. 7ന്റെ താഴെയാണെങ്കിൽ അസിഡിക് ആണ് pH. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, falls below 5.6. Which of the following is not a greenhouse gas? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ ഇവരെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ നൈട്രജൻ എന്ന് പറയുന്ന ആൾ എയറിൻ്റെ കൂടെയുള്ള ആളാണ്, അല്ലേ? നമ്മൾ സാധാരണ 21% ഓക്സിജൻ, 79% നൈട്രജൻ എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ എയറിനെ പറയാറുള്ളത്. ബാക്കിയുള്ള നമ്മളങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ എയറിൻ്റെ കൂടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നൈട്രജൻ. അയാൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ നമ്മൾ പറയാറില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? വാട്ടർ പൊല്യൂഷൻ, നമ്മൾ ഡിറ്റർജൻസ് ഉപയോഗിക്കുമ്പോൾ അത് വാട്ടർ പൊല്യൂഷന് കാരണമാണ്. കറക്റ്റ്ലി മാച്ച്ഡ് അല്ലേ? നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്.
ഓസോൺ ലെയറും കറക്റ്റ് ആണ് അല്ലേ, CFC ഉപയോഗിക്കുകയാണ്. ദെൻ ഫോട്ടോ കെമിക്കൽ സ്മോഗ്, നമ്മുടെ ഓട്ടോമൊബൈലാണ് നൈട്രജൻ ഓക്സൈഡ്സ് അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് വരുമ്പോൾ നമ്മുടെ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ആസിഡ് റെയിന് പെസ്റ്റിസൈഡ് ഫെർട്ടിലൈസേഴ്സും ആയിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഇവരൊക്കെ വാട്ടറുമായിട്ട് കൂടി ചേർന്ന് ആസിഡ് റെയിൻ ആയിട്ട് വരികയാണ് ചെയ്യുക. സോ ആൻസർ ഓപ്ഷൻ ഡി. മാർക്ക് ദ എക്സാമ്പിൾ വിച്ച് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാണ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതാ നിങ്ങൾ നോക്കി, എയർ പൊല്യൂട്ടന്റ് കറക്റ്റാ, പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടന്റ് കറക്റ്റാ, ഗ്ലോബൽ വാർമിങ്ങിന് മീസൈൻ, ഓസോൺ, CFC, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, കാർബൺ ഒക്കെ വാട്ടർ പൊല്യൂട്ടന്റ് അല്ല, എയർ പൊല്യൂട്ടന്റ് ആണ് അല്ലേ, ഓപ്ഷൻ ഡി. ദെൻ കോളം 1ഉം ചാടിപ്പോയി, കോളം 2ഉം തമ്മിൽ, കോളം 1, കോളം 2. സോ ലെഫ്റ്റില് ആസിഡ് റെയിൻ ഉണ്ട്, റൈറ്റില് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, കോമ്പിനേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. കോളം 2 ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്, CHCl2, CHF2, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, NO2, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഇതിൽ നമുക്ക് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ കറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ അല്ലെ? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറിന് കാരണം ക്ലോറോഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്സ് വേണമെങ്കിൽ ഒരു കാരണമായിട്ട് പറയാം. ഇവിടെ ഡിക്ക് പിയും ആറും ആണ് കൊടുത്തിരിക്കുന്നത്. ഡിക്ക് എന്തായാലും PA വരുള്ളൂ. സോ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ്. ഇനി A ഓർ B ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മൾ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാം. ഇനി കോമ്പിനേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ, അത് കാർബൺ മോണോക്സൈഡ് ആണ്, അത് രണ്ട് ഓപ്ഷനിലും കറക്റ്റാണ്. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ടി, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ മാത്രം മതിയോ? എസും കൂടെ വേണം. സോ ബിക്ക് ടിയും എസും വേണം. ഇതല്ല ആസിഡ് റെയിൻ നോക്കിക്കേ, ആസിഡ് റെയിന് കാർബൺ ഡൈ ഓക്സൈഡും പറ്റും, NO2 പറ്റും, ആറും എസും ഓക്കെയാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് കൂടി ചേരുമ്പോൾ നമുക്ക് കാർബോണിക് ആസിഡ് ഉണ്ടാവാം. അതേപോലെ തന്നെ NO2 കൂടി ചേർന്ന് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രസ് ആസിഡിലേക്ക് വരാം. അപ്പോൾ എക്ക് ആസിഡ് റെയിന് കാർബൺ ഡൈ ഓക്സൈഡും പറ്റും, NO2 പറ്റും, എക്ക് ആറും എസും ഓക്കെയാണ്. അതൊരു ഫോട്ടോ കെമിക്കൽ സ്മോഗിന് ഹൈഡ്രോ കാർബൺ NO2 വേണം, ടിയും എസും. സിക്ക് ക്യൂ, ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാം, ആര്? കാർബൺ മോണോക്സൈഡ്. Then ഡിക്ക് ടി, chlorofluorocarbon. Option A is the right answer. Then depletion of ozone layer causes. ഇതോ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷൻ വഴി നമ്മൾ അൾട്രാ വയലറ്റ് റേസ് വരുമ്പോൾ എന്താണ്ടാവുക? വെരി ഗുഡ്, സ്കിൻ ക്യാൻസർ. ഓപ്ഷൻ ഡി, സ്കിൻ ക്യാൻസർ. The result of ozone hole is acid rain, greenhouse effect, global warming, ultraviolet rays reach the earth. Yes, ultraviolet rays എർത്തിലേക്ക് എത്തും. Then BOD is a measure of ഇത് അൾട്രാവയലറ്റ് റേസ് ആണ്, ഓസോൺ ഹോള്. അതായത് ഓസോൺ തിന്നിങ് വരുമ്പോൾ അൾട്രാവയലറ്റ് റേസ് വരും. ഇവിടെ BOD is a measure of
റീസൺ അല്ലേന്ന് ഇതിനെ പറ്റിയാണോ? ഓസോൺ ഹോളിന്റെ റിസൾട്ട് അല്ലേ ചോദിച്ചേ? അപ്പൊ അൾട്രാ വയലറ്റ് റേസ് വരുന്നു എന്നുള്ളതല്ലേ റിസൾട്ട്? So BOD is a measure of organic material, അല്ലെ, ഓർഗാനിക് ആയിട്ട് needing dissolved oxygen to break. Answer option D. Then blue baby syndrome is due to, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്നും കൂടി ഇട്ടേ ഉള്ളൂ. യെസ്, നൈട്രേറ്റ്സ്. ഈസിയിൽ 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നൈട്രേറ്റ്. Itai disease caused by yes, cadmium. Option B, cadmium. കാഡ്മിയം ആണ് ടൈറ്റൈഡ്. ഈ മെർക്കുറി ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പറയാനുള്ളത് നമ്മുടെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെയാണ്, കിഡ്നി ഡാമേജ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ പറയാനുള്ളത്, നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അതിൽ മെർക്കുറി കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ എന്താ പറയുക കിഡ്നിക്ക് പ്രശ്നമാണെന്ന് പറയുന്നത്. വാട്ട് ഈസ് എ പ്രൈമറി പ്രോസസ് occurring in the first stage of BOD curve? Is carbonaceous degradation. What is the primary purpose of measuring BOD in wastewater? To determine the amount of organic matter present. അല്ലേ? അതായത് എൻ്റെ BOD ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ BODൻ്റെ ബേസ് പറയുകയാണെങ്കിൽ എന്താണ്, ടു ഡിറ്റർമൈൻ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്. പക്ഷെ അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മൈക്രോ ഓർഗാനിസത്തിന് എത്ര ഓക്സിജൻ വേണമെന്നാണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഓർഗാനിക് മാറ്റർ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം. ഓക്കെ, എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. Why is COD often used instead of BOD? Why is COD is often used? COD is a more accurate measure. COD is faster and more convenient to measure of oxygen demand. Then adu allengil because COD is more expensive measure. BOD നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കേസിൽ പറയും. പക്ഷെ CODൻ്റെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, നമുക്ക് COD 3 hour കൊണ്ട് കിട്ടും. ഓക്കെ, ഫാസ്റ്റർ ആണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുള്ളതാണ് ശരിക്കും ആൻസർ ഓപ്ഷൻ ബി.
What is the primary factor that affect amount of dissolved oxygen that water can hold? മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഡിസോൾവ് ഓക്സിജൻ എഫക്ട് ചെയ്യുന്ന ആള് ആരോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസോൾവ് ഓക്സിജന്റെ എമൗണ്ട് കുറയും. Which of the following statement is true about dissolved oxygen level in water? Warm water hold more dissolved oxygen than cold water. Cold water hold more dissolved oxygen than warm water. Dissolved oxygen level are unaffected by temperature, both B and C. Is cold water ആണ് കൂടുതൽ dissolved oxygen hold ചെയ്യുക, ഓപ്ഷൻ ബി. In the analysis of unseeded domestic wastewater of BOD test, the data used is 6 ml of waste in a 300 ml bottle. Initial DO 80 milligram per liter. 5-day DO 4 milligram per liter. നമ്മൾ BOD ഞാൻ പറഞ്ഞായിരുന്നു, DO ഇനീഷ്യൽ മൈനസ് DO ഫൈനൽ ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ ചെയ്താൽ നമുക്ക് BOD കണ്ടുപിടിക്കാം. ഓക്കെ, ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഡൈല്യൂട്ട് ചെയ്തുണ്ടാക്കിയത് സാമ്പിൾ എത്ര എടുത്ത് അത് ഞാൻ എത്ര ഡൈല്യൂട്ട് ചെയ്തുണ്ടാക്കി, അതാണ് ഡൈല്യൂഷൻ ഫാക്ടർ. Okay, so 300/6 dilution factor, then initial 8, final 4. So 8 minus 4 4 ഇൻറ്റു 300/6 എന്ന് പറയുമ്പോൾ 50, 200 അല്ലേ? അല്ലേ, 300/6 50. So 4 into 15, 200 milligram per liter. Option D. How long does it take to measure COD compared to BOD? COD takes 3 hours, while BOD takes 5 days. Option B. What type of oxidizing agents are used to measure COD? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. How do COD values compare to BOD values? COD values are always greater ആണ്, കാരണം അതിൽ ഓർഗാനിക്കും ഉണ്ട് ഇൻഓർഗാനിക്കും ഉണ്ട്. ഇവിടെ ഓർഗാനിക് മാത്രമേ ഉള്ളൂ. സി. What is the definition of COD? The amount of oxygen required for complete oxidation of biologically active materials present in 1 liter sewage water. It is oxygen required for complete oxidation of biologically inert material. Option C, oxygen required for complete oxidation of biologically active and biologically inert material. അല്ലേ ശരി? രണ്ടും വരുന്നതാണ്. സോ ഓപ്ഷൻ സി. How do nitrate affect oxygen carrying capacity of the blood? Nitrate oxygen carrying capacity
എങ്ങനെ എഫക്റ്റ് ചെയ്യിക്കാം, ഇൻക്രീസ് ചെയ്യിക്കുക, ഡിക്രീസ് ചെയ്യിക്കുക, ഒരു കുഴപ്പമില്ല, ഡിക്രീസ് ചെയ്യിക്കും അല്ലേ. അതാണ് മെത്താമോഗ്ലോബിൻ ഉണ്ടാവുന്ന കേസ്. സോ അതല്ലാതെ പിന്നെ നമുക്ക് നിങ്ങൾ ഈ ന്യൂക്ലിയർ ഡിസാസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ചെർണോബില്, യുക്രൈനിലുള്ള ആക്സിഡൻറ്റ്, പിന്നെ ജപ്പാനിലുള്ള നമ്മുടെ ഫുക്കുഷിമ, ഈ കാര്യങ്ങൾ, പിന്നെ അതേപോലെ 2-3 കൂടിയുണ്ട്. മറ്റേ വിൻസ്കെയില്, 3 മൈൽ ഐലാൻഡ് USA സോ അതിൻ്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഐസോടോപ്പിക് മെറ്റീരിയൽസ് ഏതാണ്, അല്ലെങ്കിൽ അവിടെ ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതായത് സുനാമി റിലേറ്റഡ് ആണ് നമ്മൾ ജപ്പാൻ്റെ കേസ് പറയാറുള്ളത്. അതേപോലെ തന്നെ റിയാക്ടർ ഫയർ അല്ലെങ്കിൽ റിയാക്ടറിൻ്റെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മെൽറ്റ് ഡൗൺ ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വയ്ക്കും. ഓക്കെ, താങ്ക് യു.